ഇന്നത്തെ പരീക്ഷ എളുപ്പമായിരുന്നല്ലേ? ആ കുഴപ്പമില്ല. ഓ നമ്മളൊക്കെ തോറ്റടേ, നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. എടാ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പറയാ. എടാ ഞാൻ യുക്രൈനിൽ പഠിക്കാൻ പോവാ. നമുക്കിവിടെ ഒരു കോളേജിൽ പഠിച്ചാൽ പോരെ? എടാ എനിക്ക് അവിടെ പഠിക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ്. നമ്മളിനി കാര്യമില്ലേ? ഇല്ലടാ ഞാൻ പോവാ. നമ്മളെൻ്റെ ആഗ്രഹം നടക്കട്ടെ. നമസ്കാരം. സംസ്ഥാനത്ത് +2 82.95% വിജയം. 3,10,11,500 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കഴിഞ്ഞ വർഷം മോന്റെ റിസൾട്ട് വന്നോ? നീ നോക്കിയോ? ആ അമ്മ ഞാൻ നോക്കട്ടെ. അമ്മ റിസൾട്ട് വന്നു. ദാണ്ട് എനിക്ക് ഫുൾ A+ ഉണ്ട്. ആ മോനെ എനിക്ക് സന്തോഷമായി. ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ. ഹലോ ചേട്ടാ, മോന്റെ റിസൾട്ട് വന്നു. അവന് ഫുൾ A+ ഉണ്ട്. ആ ശരി. അമ്മ എനിക്ക് പുറത്തുപോയി പഠിക്കാൻ ആഗ്രഹമുണ്ട്. മോനെ നിനക്ക് ഇവിടെ നിന്ന് പഠിച്ചാൽ പോരെ? അമ്മ യുക്രൈനിൽ നല്ല ജോലിയും പഠനവുമാണ്. ആ എന്നാ മോന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കും. അമ്മ ഞാൻ പോയിട്ട് വരാം. എന്നെ അനുഗ്രഹിക്കണം. പോയിട്ട് പോ മോനെ, നന്നായി പഠിക്കണേ. വലയെ ഞാൻ പോയിട്ട് വരാം. ആ മോനെ നീ അങ്ങ് ചെന്നോ? ഞാനിവിടെ വന്നു. രാവിലത്തെ ആഹാരവും കഴിച്ചു. അമ്മ കഴിച്ചോ? ഇല്ല മോനെ കഴിച്ചില്ല. നീ ഇല്ലാഞ്ഞോണ്ട് ഇന്നലെ ഉറങ്ങിയതേ ഇല്ല. അമ്മ എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല. അമ്മ സുഖമായിട്ട് ഇരിക്കെ. ആ ശരി മോനെ, നന്നായി പഠിക്കണേ. ആ അമ്മ പഠിക്കാമേ. യുക്രൈനിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 16 പേർ മരിച്ചു. 28 പേർക്ക് പരിക്കേറ്റു. മേഖലയിലെ കോൺസ്റ്റാന്റിനോപ്പിയയിലാണ് ആക്രമണം ഉണ്ടായത്. US വിദേശകാര്യ നമ്മുടെ കൂട്ടത്തിൽ യുവകൂടി ഇക്കയുണ്ട്. ശരിയാണല്ലോ, അവരല്ലേ പഠിക്കുന്നത്? ഞാൻ ഇന്നലെ കൂടെ അവന് മെസ്സേജ് അയച്ചതാണല്ലോ. അവിടെ വൈബാണെന്നാണല്ലോ അവൻ പറഞ്ഞത്. എന്നാൽ നമുക്ക് അവനെ വിളിച്ചു നോക്കിയാലോ? ആടാ ഞാൻ വിളിക്കാം. എടാ അവൻ കോൾ എടുക്കുന്നില്ലല്ലോ. എന്നാൽ നമുക്ക് അവൻ്റെ വീഡിയോ പോയി നോക്കിയാലോ? ആ മോൻ പോയത് പിന്നെ കണ്ടിട്ടില്ലല്ലോ. അതമ്മേ, അവൻ വിളിച്ചായിരുന്നു. അതമ്മേ, യുക്രൈനിൽ യുദ്ധം നടക്കുന്നതായിട്ട് ന്യൂസ് കണ്ടു. യുക്രൈനിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 16 പേർ മരിച്ചു. 28 പേർക്ക് പരിക്കേറ്റു. ഡൊണസ്ക് മേഖലയിലെ കോൺസ്റ്റാന്റിനോപ്പിയയിലാണ് ആക്രമണം. അയ്യോ, ഞാൻ മോനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ ഹലോ മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ സുരക്ഷിതമായിരിക്കാൻ നോക്കണേ. യുക്രൈനിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഓപ്പറേഷൻ ഗംഗ വഴി ഒഴിപ്പിച്ച 27-അംഗ മലയാളി സംഘം കൊച്ചിയിൽ എത്തി. മന്ത്രി പി രാജീവും ജനപ്രതിനിധികളും ചേർന്ന് വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന ആശങ്കകൾക്കിടയിലാണ് അച്ഛനും അമ്മയ്ക്കും അരികിലേക്ക് കുട്ടികൾ എത്തിയത്. കെട്ടിപ്പിടുത്തത്തിനും പൊട്ടിക്കരച്ചിലിനുമൊക്കെ വിമാനത്താവളം